ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിന്നൊരു കല്യാണത്തിന് പോയാലോ? നമ്മുടെ ശിവക്കുട്ടൻ ദേ ഇവിടെ കിടക്കുവാട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പോയി റെഡിയാകാം. അത് റെഡി ആയിട്ട് നമ്മുടെ ശിവക്കുട്ടൻ റെഡിയാക്കാം, അല്ലെങ്കിൽ ശിവക്കുട്ടൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ആദ്യം നമുക്ക് ഡ്രസ്സ് എടുത്ത് ഇടാം. അപ്പൊ നമുക്കിന്ന് ഈ ഡ്രസ്സ് ഇടാവേ. നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ശിവക്കുട്ടനാണെങ്കിൽ കുഞ്ഞാറ്റ ചേച്ചി മേടിച്ചു കൊടുത്ത ആ ഒരു ബോളുമായിട്ട് കളിയാണ് ഇപ്പോഴേ. ഫുൾ പരിപാടി റൂമിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് അവന്റെ ഡ്രസ്സ് പോയിട്ട് എടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ശിവക്കുട്ടന്റെ ഡ്രസ്സ് ഇതേ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ കല്യാണത്തിന് പോയിട്ട് വന്ന വഴിയാണ്. ഇനിയുള്ള ടാസ്ക് ശിവക്കുട്ടനെ ഈ ഷർട്ടും നിക്കറും ഇടിക്കാന്നുള്ളതാണ്. പക്ഷെ അവനെ അത് ഇടിക്കുന്നത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. ഒരുവിധം ഞാനും റെഡിയായി, ശിവക്കുട്ടനെ റെഡിയാക്കി ഞങ്ങളിത് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ നല്ല വെയിലായതുകൊണ്ട് തന്നെ തൊപ്പി എടുത്തിട്ടുണ്ട്. തൊപ്പി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. പിന്നെ അതെ, ഞാനും ശിവക്കുട്ടും എൻ്റെ ചേച്ചിയാണത്. ഞങ്ങൾ 3 പേരും കൂടി നമ്മൾ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടന്നെത്താവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ കല്യാണ വീട്ടിലെത്തി. കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ പന്തലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ എല്ലാവർക്കും ഒരു ഭാഗം മുഴുവൻ പന്തലും ഒരു ഭാഗം മുഴുവൻ നമുക്ക് കഴിക്കാനുള്ള പന്തലും ഒക്കെ ഇട്ട് അങ്ങനെ അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളങ്ങനെ കുറേ നേരം കുറച്ച് നേരം നമ്മൾ അവിടേക്ക് നിന്നിട്ട് നമ്മുടെ കല്യാണപ്പെണ്ണും ചെറുക്കനും ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും ചെറുക്കനും. പിന്നെ ഞാനും എൻ്റെ ശിവക്കുട്ടനും കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നിട്ട് പിന്നെ കുറച്ച് നേരം നമുക്കറിയാവുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നേ. പിന്നെ നമ്മളിതേ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. ഇരുന്നപ്പോൾ അതേ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കല്യാണപ്പെണ്ണും ചെറുക്കനും കൂടി വന്നിരുന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് താമസിച്ചായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1:30 ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ കറക്റ്റ് ടൈമിംഗ് ആണ്. പിന്നെ അതേ ശിവക്കുട്ടന് നമ്മുടെ സദ്യയാണ് വിളമ്പിയിട്ടുണ്ട്. ഞാനും എൻ്റെ ശിവക്കുട്ടനും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതെ, അക്കയും കൊച്ചും കൂടിയിട്ട് എല്ലാവരും പോകുന്ന സമയമായിരുന്നു. പെണ്ണും ചെറുക്കനും പോകുമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറി അവൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തി അവനും. പിന്നെ നമ്മൾ അവൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോരുവാണ്. കൂട്ടത്തിൽ എൻ്റെ സ്ഥിരം കലാപരിപാടി നമ്മുടെ ഈ സദ്യയുടെ പായസം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി ഉറങ്ങാൻ പോവാണ്. ടാറ്റാ.